വെൽക്കം ബാക്ക് ടു മുഅല്ലിമ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വളരെ ശ്രേഷ്ഠതയുള്ള ഒരു ദിക്റിനെയും ആയത്തിനെയും കുറിച്ചാണ്. എല്ലാവരുടെയും സ്നേഹം നേടാനും മറ്റുള്ളവരുടെ അംഗീകാരം ലഭിക്കാനും എല്ലാവരും നിന്നെ ഇഷ്ടപ്പെടാനും ഈ ദിക്ർ പതിവാക്കിയാൽ മതി. ഭർത്താവ്, ഭാര്യ, മാതാപിതാക്കൾ, മക്കൾ, കുടുംബാംഗങ്ങൾ, ഹലാലായ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുടെ എല്ലാവരുടെയും സ്നേഹം നേടാൻ ഈ ദിക്റും ആയത്തും ഓതിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ മതി. എൻ്റെ വാക്കിന് ആരും വില കൽപ്പിക്കുന്നില്ല, ആരും എന്നെ പരിഗണിക്കുന്നില്ല, ആർക്കും എന്നോട് ഒരു ബഹുമാനവും ഇല്ല, എന്നെ എല്ലാവരും ഒഴിവാക്കുന്ന പോലെ തോന്നുന്നു, വെറുപ്പോടെ കൂടെയാണ് മറ്റുള്ളവർ എന്നോട് സംസാരിക്കുന്നത്. ഇങ്ങനെയുള്ള വിഷമങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ദിക്റാണ് ഞാൻ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മോട് ഒരു തരി പോലും ഇഷ്ടമില്ലാത്ത ആളാണെങ്കിലും ശരി, സർവശക്തനായ അള്ളാഹു വിചാരിച്ചാൽ അവർ നമ്മെ സ്നേഹിക്കുന്നതാണ്. ഇത്രയധികം ഫലമുള്ള ഈ ദിക്റും ആയത്തും ഏതാണെന്ന് പറയാട്ടോ. അള്ളാഹുവിൻ്റെ പരിശുദ്ധ നാമങ്ങൾക്ക് ഓരോ പ്രത്യേകതകൾ ഉണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട 48ാമത്തെ നാമമാണ് യാ വദൂദു യാ അല്ലാഹ്. മറ്റുള്ളവരുടെ സ്നേഹം നേടാൻ സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ് ഇത്. ജനങ്ങളുടെ സ്നേഹം മാത്രമല്ല, അള്ളാഹുവിൻ്റെ സ്നേഹം നേടാനും ഈ ദിക്ർ പതിവാക്കിയാൽ മതി. ഈ പരിശുദ്ധ ഇസ്മ 20 തവണ ചൊല്ലിയ ശേഷം ഈ പറയുന്ന ആയത്ത് കൂടി ചൊല്ലുക. പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്താണ് സൂറത്തുൽ ബഖറ. ഈ സൂറത്തിലെ 165ാം ആയത്താണ് നാം ഓതേണ്ടത്. ഈ ആയത്ത് 11 തവണ ഓതണം. ആദ്യം 20 തവണ യാ വദൂദു യാ അല്ലാഹ് എന്ന പരിശുദ്ധ ഇസ്മ ചൊല്ലിയ ശേഷം ഈ ആയത്ത് 11 തവണ ഓതുക. ഇങ്ങനെ ഏതെങ്കിലും ഒരു നിസ്കാര ശേഷം ചൊല്ലുക. എന്നിട്ട് എല്ലാവരുടെയും സ്നേഹം ലഭിക്കാനും എല്ലാവരും നല്ല രീതിയിൽ സ്നേഹത്തോടെ പെരുമാറാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ നിങ്ങളെ നന്നായി സ്നേഹിക്കാനും എല്ലാ ആവശ്യങ്ങളും ഈ ദിക്റും ആയത്തും ഓതിയതിന് ശേഷം അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പറഞ്ഞു ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ്, തീർച്ചയായിട്ടും നല്ല മാറ്റം തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ വീഡിയോസായി ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യും. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് ഒപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലിൽ ഓൾ എന്ന ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെക്കുക. ഇൻഷാ അല്ലാഹ്, മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം.